എന്താ ഏതാ ഡീല് നടാ? നമ്മളെ ഡീല് ചെയ്യുമ്പോ നമ്മള് കണ്ട ആപ്പ ഉപ്പലോട്ടൊന്ന് ഡീല് ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? ഒസാമ എവിടെ ആയിരുന്നത്? എന്റെ അണ്ണൻ ചിലപ്പോ സംസാരിക്കാൻ വരും. എനിക്ക് ഈ ഡീലങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഇത് ചെയ്യുന്നതല്ല. എൻ്റെ ഒരു കുറച്ച് ഇതുകൂടി ഉണ്ടായിരുന്നു, ഗൺസൂടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് ഒസാമ പറയുന്ന ഡേറ്റിന് ഒസാമയ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു എമൗണ്ട് തന്നാൽ എനിക്ക്. ഹലോ ഹലോ ഒസാമ, ചന്ദ്രനാണ്. ഹലോ. ആ സംസാരിക്കണമായിരുന്നു. ഒസാമ, ചന്ദ്രൻ വന്നിട്ടുണ്ട്. ഒസാമ എവിടെ ആയിരുന്നത്? ഞാൻ ഇന്ന് മൊത്തം കട നോക്കുമായിരുന്നു. ഞാൻ ഇവിടെ കേറിട്ട് എന്റെ ഫോണിൽ നമ്പർ, എനിക്ക് ആദ്യം നമ്പറും തരാവോ? മൊത്തം പ്രശ്നമായിട്ടേ, മൊത്തം പ്രശ്നമായിരുന്നു. കേറാൻ സിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഭയങ്കര പ്രശ്നം. മനസ്സിലായി. എന്റെ നമ്പർ ഒന്ന് പോയായിരുന്നേ. ഓക്കെ, അപ്പോ കുറച്ച് കാര്യങ്ങൾ, രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു എനിക്ക്. അതായത് ഇപ്പം കുറച്ച് ചെറിയൊരു പ്രശ്നമായിരുന്നേ ഈ ഒരു ഗണ്ണിന്റെ. പ്രശ്നമല്ല ആക്ച്വലി. അതായത് നമ്മൾ ഡീൽ ചെയ്ത ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒരാള് നിർത്തിയില്ലായിരുന്നോ? മനസ്സിലായി. മുത്തുപ്പാണ്ടിയും പീറ്ററും. അപ്പോൾ പീറ്റർ പീറ്ററിന്റെ ഒരു വീഴ്ച കാരണം ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഒരാള് പീറ്ററിന്റെ കൂടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പീറ്ററിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെന്നും പറഞ്ഞ അതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളായിരുന്നു ഉണ്ടാവാൻ പോണില്ല. അത് ഇപ്പം ഞാൻ കണ്ണ് കൊടുത്തതിലൊന്നും ഒരു പ്രൂഫും സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ സ്റ്റിൽ എന്താ പറയാ, ഒരു എന്തോ ഇറിറ്റേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ പീറ്ററിന്റെ കയ്യിൽ നിന്ന് വരാൻ വേണ്ടിട്ട് പീറ്റർ ഉള്ളപ്പോ ഇല്ല, പീറ്റർ ഉള്ളപ്പോ നമ്മള് ഗണ്ടീലും ചെയ്തിട്ടില്ല ശരിക്കും. എന്റെ ഒരു ഓർമ്മയില് പീറ്ററിന്റെ അടുത്ത് നമ്മള് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്ക് നിർത്തിയിട്ടുള്ളത്, അല്ലേ? പീറ്ററിന് എനിക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം എന്തോ. ഉണ്ട്. പക്ഷെ അന്ന് നമ്മൾ കൂടുതലും ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിപ്പോയി. അന്നത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന ഒരാളെ, ആ ഒരു പച്ചമുടിയുള്ള ആള് അന്ന് അടിയായിട്ട് അങ്ങനെ ആ ഡീല് ക്യാൻസൽ ആയി. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതെ, പിന്നെ മുത്തുവാണ് ഇടയ്ക്കുണ്ടായിരുന്നത് വിശ്വാസം. മുത്ത് മാത്രമേ ഉള്ളായിരുന്നു. മുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ മുത്തുവിനെ ഞാൻ 2-3 പ്രാവശ്യം കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് നമ്മുടെ സിറ്റിയിൽ ഇല്ല, വേറെ ഏതോ സിറ്റിയിൽ എന്തോ പോയിട്ടെന്നുള്ള കാര്യം മനസ്സിലായി. എനിക്ക് ഇപ്പൊ ഇതുപോലെ ഇപ്പൊ എന്തേലും കാര്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഡൗട്ട്, നല്ല രീതിയിൽ ഡൗട്ട് അടിച്ചിരുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ ഇവര് 2 മെമ്പേഴ്സാണ് വന്നത്. അപ്പം എനിക്കത് ആദ്യം കുഴപ്പമില്ല, അത് ഡീലാന്നുള്ള ഡീലിന്റെ രീതി സംസാരിച്ചു. ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് ഡൗട്ട് അടിച്ചു. എനിക്കല്ല, എന്റെ കൂടെയുള്ളവർക്കൊന്ന് ഡൗട്ട് അടിച്ചു. അപ്പൊ ഞാനത് രീതിയിലാണ് സംസാരിച്ചത്. വേറെ ഇതായിട്ടൊന്നും ഇല്ല, നമ്മൾ തമ്മിലുള്ള ഡീല കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ആരൊക്കെയാ വന്നേ? അറിയാവോ? പേരറിയാവോ? അത് സ്റ്റീവ്, പിന്നെ ഹില്ലുവാണ്. മറ്റേ ഞാൻ മുത്തുപ്പാണ്ടിനെ പോഷൻ പറഞ്ഞ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പുള്ളി, നമ്മുടെ മുതുക്കിൽ വെച്ച്. സ്റ്റീവ് പിന്നെ വൈലറ്റ് ഹെയർ ഞാൻ സ്റ്റീവ് എന്നും പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തി. അതെ. അപ്പൊ അവര് വന്നിട്ട് ഇതേപോലെ ചോദിച്ചു എങ്ങനെയാണ് ഗണ്ടിന്റെ റേറ്റ് എങ്ങനെയാണ്. ലാസ്റ്റ് കണ്ട് ചോദിച്ചായിരുന്നു. ചന്ദ്രബോസ് പറഞ്ഞു ഇതേപോലെ ഇത്രക്കാണല്ലോ ഈ ഡീല് നടന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറയാൻ വേണ്ടിട്ട് ഒരു വഴിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പോഴാണ് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, കാര്യം നമ്മളത് ആ ഡീൽ അന്ന് കഴിഞ്ഞ് അന്ന് മറന്നു. ആ ഗണ്ണ് പോലും ഇപ്പൊ ബാക്കിയില്ല, അതെല്ലാം കത്തിപ്പോയി. മനസ്സിലായി. എന്തായാലും അങ്ങനെ പറഞ്ഞത് എന്തായാലും കാര്യം എനിക്ക്. കാരണം എന്തെങ്കിലും ഒരു നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് എനിക്കൊരു പണിയായതിനെ. ശരിക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അതിന് അങ്ങനെ വരാൻ വഴിയില്ല. കാര്യം പീറ്റർ വഴി ഒരിക്കലും ഇത് വരത്തില്ലല്ലോ. പീറ്ററിന് ആദ്യമല്ലേ നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത് മുത്തപ്പാണ്ടിയായിട്ട് മീറ്റ് ചെയ്തിട്ട് ആ ഡീൽ അവിടെ വെച്ച് ക്ലോസ് ആയി. പിന്നെ ഇവിടെ വെച്ചല്ലായിരുന്നു അന്ന് ഡീൽ ചെയ്യണം. ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായി. ഞാനും ചന്ദ്ര ബ്രോയും പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു കൂടെ, പച്ചമുടിയുള്ള ആളോ. അറിയാം, എന്റെ ഗേൾഫ്രണ്ട് ആണ്.
ആ ഓക്കെ. അത് അതിന് മാത്രമല്ല ഉള്ളായിരുന്നു. ഓക്കെ ഓക്കെ. ബാക്കി ഞാൻ എന്തായാലും കാരണം ഡീൽ ചെയ്തോണം. ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ കോച്ച് ഒരു ഇതാണ് പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കോച്ച് ഇന്നലെ. അത് എന്റെ അടുത്ത് ഒരുപാട് വട്ടം അവിടെ നമ്മള് മണി ടർഫിന്റെ അവിടെ വന്നപ്പോ ഒരുപാട് വട്ടം ചന്ദ്രനെ വിളിച്ചോം പോയി. എന്തിനാണ് ആ ഒരു രീതിയിൽ ടോക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ഫണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പോർഷൻ ബേസിന്റെ ഡീലായിരുന്നു. 10,000 പീസിന്റെ ഒരു പോർഷൻ ബേസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പോഷൻ ഓൾറെഡി ഞാൻ ബേസിലാണെന്നാണ് സംസാരിച്ചേ. അതെ അതെ. അതെന്തായാലും നല്ല കാര്യം. കാരണം ഞാനിത് എനിക്ക് അറിഞ്ഞ ശരിക്കും ഞാനും ഒസാമയുടെ എന്തോ കണക്ഷൻ ഉണ്ടോന്ന് വെച്ചപ്പോ ഞാനും പറഞ്ഞത് പോഷന്റെ ഒരു കാര്യത്തിൽ ഒരു ഡീൽ ഇതുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ പോഷൻ കാര്യം സംസാരിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എന്നിട്ട് മദാരായിട്ട് ഒരു 10,000 പീസിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യമാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചു വിട്ടത്. കാര്യം നമ്മുടെ സോഴ്സും നമ്മൾ ആർക്കാ ബിസിനസ് ചെയ്യുന്നതും പറയുന്നത് ശരിയല്ല. അതോടെ നമ്മുടെ ഇവിടുത്തെ ബിസിനസ് നിൽക്കും. അത് കാരണം ആ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കും. അതൊന്നും നമ്മൾ തന്നെ ഉറപ്പായിരുന്നു. പിന്നെ ഇത് പിടിക്കത്തില്ല. കാര്യം എന്റെ തെളിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണ്ണല്ലേ. ഗണ്ണിപ്പോ ഇല്ല, അത് കത്തിപ്പോയി. ഇല്ലാത്ത കണ്ണ് എങ്ങനെ നമ്മള് ഇല്ലാത്ത കണ്ണ് ഒരു പ്രൂഫ് എടുക്കാനല്ലോ. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പം എന്നെ അവര് എന്തെങ്കിലും മിസ്റ്റർ എക്സ് ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈഡ് ഒന്ന് സേഫായി. കാരണം നിങ്ങൾക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങളുടെ സൈഡ് മിസ്റ്റർ എക്സുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ അവരുമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നില്ല. ഞാനൊരു പാവം സിറ്റിസൺ. അല്ല ഞാൻ പറഞ്ഞ അതായത് സിറ്റിസന്റെ ഗണ്ണെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് അവർ ബൗണ്ടി കൊടുക്കുന്നുണ്ട് മിസ്റ്റർ എക്സ്. സോ അപ്പോ അങ്ങനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ട് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ആളുടെ നിന്നുള്ള കണ്ണ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളെ മൊത്തത്തിൽ അഫക്ട് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സിറ്റിസണിന് കൊടുക്കാറില്ല. അതാണ് ഞാൻ അത്ര ഉറപ്പ് വന്നത്. എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കത്തിപ്പോയി. നിങ്ങൾ തന്നെ കത്തിച്ചെന്ന് പ്രതീക്ഷിച്ചു. അത് അത്ര ഉറപ്പുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇതിന്റെ പേരിൽ കിടന്ന് വലിയ ഇതാവേണ്ട കാര്യം. ഗണ്ണിന്റെ പേരും പറഞ്ഞു പോയി. ആ ഗണ്ണിന്റെ പേരും പറഞ്ഞു പോയി കഴിഞ്ഞ് എന്റെ ചാരം പോലും കിട്ടത്തി. ഓക്കെ. അപ്പൊ അത്രേ പറയാനുള്ളൂ. എനിവേ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരാളടുത്താണ് ഡീൽ സംസാരിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാവോ? ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് അത്രേ പറയുള്ളൂ. സോ ഇനി ആര് വന്നാലും ഇനി എന്റെ അണ്ണൻ ചിലപ്പോ സംസാരിക്കാൻ വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കോച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അണ്ണൻ അടുത്ത് പറയും. പിന്നെ അണ്ണനായിരിക്കും സംസാരിക്കാൻ വരുന്നത്. അണ്ണൻ ഇച്ചിരി ഇതാണ്. അപ്പോ പ്രശ്നക്കാരനാണ് ഇച്ചിരി. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നോക്കി ഒന്ന് ഡീൽ ചെയ്താൽ മനസ്സിലായി. നമ്മൾ ഇതുവരെ അങ്ങനെ റോങ് ആയിട്ടുള്ള രീതിയിൽ ഇനി ഒട്ടും സംഭവിക്കത്തുമില്ല അങ്ങനെ ഒരു സംഭവം. കാര്യം ഇതുവരെ നമ്മുടെ പേരിൽ അങ്ങനെ ഒരു റോങ് ഇമേജ് ഇതുവരെ വന്നിട്ടില്ല. ബിസിനസ് ചെയ്യുന്നു, അത്രയും മാത്രം. ഞാൻ നിങ്ങളുടെ പോഷൻ ബേസിന്റെ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി അത് മദാര ഉണ്ടല്ലോ. മദാരന്റെ അടുത്ത് ഓൾറെഡി ചോദിക്കാലോ. മദാരന്റെ അടുത്ത് മദാരൊക്കെ അറിയാവുന്ന കാര്യമില്ല. ഞാൻ പലവട്ടം അത് കണക്ട് ചെയ്യാം എന്ന് എന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ മുത്തുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുത്തുവാണ് ഇനി ഒരാള്. മുത്തുവിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. മുത്തു സിറ്റിയിലില്ല ശരിക്കും. മുത്തു വേറെ സിറ്റിയിൽ എന്തോ കറങ്ങാൻ പോയേക്കാണ് ആള് ഡീലിങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പൊ മനസ്സിലായി. ബാക്കി ഞാൻ ഡീല. എനിവേ നൈസ് ടു മീറ്റ് യു. ഞാൻ പോയിട്ട് ഇനി ഉണ്ടാവോ സിറ്റിയിൽ ഉണ്ടാവോ ഇനി? ഓക്കെ. താങ്ക് യു. ബൈ. ടോൾക്കോ സംസാരം കഴിഞ്ഞേ ഇറങ്ങാണ്. താഴത്തെ ഫ്ലോറിലെത്തിയേ. അതെ. ഒസാമയുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ. ഒസാമ വരുന്നുണ്ടോ?
എന്തായിരുന്നു ഒരു കാര്യം പറഞ്ഞോ. പുള്ളി വരുന്നു ഒസാമ, ഞാൻ ഇപ്പൊ വിളിക്കാം ചേട്ടൻ. ഇപ്പം ഇൻ കേസ് ഇന്ന് ഇപ്പം ഞാനിവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. പോഷൻ വൈസിന്റെ കാര്യം, ബാക്കി കാര്യങ്ങള് ബൾക്കായിട്ട് എന്തെങ്കിലും എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി. ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക്. ഓക്കെ ഓക്കെ ആ അങ്ങോട്ടെ. മുത്തുപാണ്ടിയാണ് ഇത് ഡീൽ ചെയ്ത പാട്ടിയെ മഷീട്ട് നോക്കി കിട്ടില്ലല്ലോ. മുത്തുപാണ്ടിയിലൊക്കെ ഞാൻ മുക്കി. ഓക്കെ ബൈ. എന്താ ഏതാ ഡീല് നടാ? നമ്മളെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ആപ്പ ഉപ്പയിലോട്ടൊന്നും ഡീൽ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? നമ്മള് ഡീൽ ചെയ്യണത് കറക്റ്റ് അവിടുത്തെ ഡീൽ ചെയ്യും. എനിക്ക് ഞാൻ സത്യം പറയല്ലേ, ഒസാമ അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം നമ്മളെ പേരൊക്കെ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ടി വിയിൽ ഒരാളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഇതിൽ അറിയണം പറഞ്ഞു. പക്ഷെ പുള്ളി അത് മാനേജ് ചെയ്തല്ലോ, അത് ഡബ്ല്യു ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടങ്ങ്. ഇങ്ങനെ ഡീലുണ്ടെങ്കിൽ പുള്ളി ആയിട്ടായിരിക്കും. ഹലോ. അതെ ഒസാമ, നമ്മളെന്തായാലും ഒന്ന് ഇറങ്ങിയതല്ലേ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഡീല് പറയാനുണ്ട്. ഞാൻ ഇവിടെ വന്നോട്ടെ? വന്നോ വന്നോ. ഓക്കെ. ഞാൻ കൂട്ടണമെന്നുണ്ട്. ഒസാമ, എനിക്ക് സത്യം പറയല്ല, ശരിക്കും എനിക്ക് ഈ ഡീലങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് സോ ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഇത് ചെയ്യുന്നതല്ല. എൻ്റെ കയ്യിലൊരു കുറച്ച് ഇതുകൂടി ഉണ്ടായിരുന്നു, ഗൺസൂടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാനതിങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. ഞാനൊരു 9 ഗൺ ഒസാമയ്ക്ക് തരാം. അത് ഒസാമ പറയുന്ന റേറ്റ്, ഒസാമ പറയുന്ന സമയത്ത് എനിക്ക് തന്നാൽ മതി. എനിക്ക് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടോ. ഹലോ സോറി. അത് ഒസാമ പറയുന്ന ഡേറ്റിന് ഒസാമയ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു എമൗണ്ട് തന്നാൽ മതി എനിക്ക്. ഇല്ല അത് ഞാൻ പറഞ്ഞില്ല. അത് എൻ്റെ ഒരു ഇതായിട്ട് തന്നെ കൂട്ടിക്കോ. ഇത്രയും ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായില്ല, ആ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു സെക്യൂർ ഇത് കിട്ടുമ്പോഴത്തേക്കും എന്താ പറയാ ഒരു ഇതായിട്ട് വെച്ചാൽ ഇല്ലല്ല. അത് ഞാൻ പിന്നെ സംസാരിക്കാം. എന്തായാലും ഞാനിപ്പം ഒരു സെക്കൻഡ്, ഞാനതിപ്പോ നിങ്ങളുടെ കയ്യിലോട്ട് തരാം. ആരിലായിട്ട് തരണ്ടേ? സെലിവിന്റെ. ഓക്കെ, സെലിവിന്റെ ID ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 3, 4, 5, 6, 7, 8. ആക്ച്വലി 8 ആണ്. 8 ഉള്ളൂ. ഒരെണ്ണം ഇത് കുറവാ. ഓക്കെ, ആക്ച്വലി ഒരു സെക്കൻഡ്, ഈ 3 കണ്ടുകൂടി വെച്ചേക്കാവോ? ഈ 3 കണ്ടുകൂടി നിങ്ങളെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും അത് ഡ്യൂറബിലിറ്റി കുറവാ. അത് നിങ്ങളെ ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യം ഞാൻ പിന്നെ സംസാരിക്കാം. എന്തായാലും എനിക്ക് നിങ്ങളായിട്ടുള്ള ഡീൽ എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡീല് പറഞ്ഞത്. കാരണം അന്ന് ഞാൻ എന്താ പറയാ, ഞാൻ മാക്സിമം നിങ്ങളുടെ അതെ അന്ന് എന്റെ ഡീലായിരുന്നു ശരിക്കും. അന്ന് ഞാൻ പറയുന്ന റേറ്റിനാണ് നിങ്ങൾ എനിക്ക് തന്നത്. ഇന്ന് നിങ്ങൾ പറയുന്ന റേറ്റിന് നിങ്ങൾ പറയുന്ന റേറ്റ് എനിക്ക് ഓക്കെ. എന്തായാലും ഇത് എനിക്ക് നാളത്തേക്ക് തന്നെ എനിക്ക് ഇത് ഓർഡർ ഉണ്ട്. എനിക്ക് ഇപ്പം സത്യം പറഞ്ഞ ഷോർട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു. നല്ലൊരു ഓർഡർ ഉണ്ട്, ഇത് പോരായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തായാലും നിങ്ങൾ നടക്കട്ടെ. നല്ല സീസൺ ടൈം എന്നാണ്. പുറത്ത് കുറെ ഗ്യാങ്സ് വെയിറ്റ് ചെയ്യിപ്പുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് വൈകുന്നേരം തൊട്ട് എന്താന്ന് അറിയത്തില്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡീലിംഗ് വന്നു. ഓക്കെ. എന്തായാലും നടക്കട്ടെ. ഞാൻ നിങ്ങളുടെ ടൈം ഇതാക്കുന്നില്ല. എനിവേസ് ബൈ. അപ്പൊ ഓക്കെ. എന്താവശ്യമുണ്ടെങ്കിലും ഓക്കെ. ഇൻ കേസ് ഞാനൊരു ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും സ്പീക്കറിലാണെങ്കിൽ ഞാൻ നോർമലി ഞാൻ എന്തെങ്കിലും എടുത്ത് സംസാരിക്കും. അന്നേരം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇൻ കേസ് സ്പീക്കറിൽ എങ്ങനെ എന്റെ കോൾ വരുവാണെങ്കിൽ. ശരി. ഓക്കെ.
അത് എങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പരസ്പരം എന്തായാലും പോലെ സംസാരിക്കും, അന്നേരം മനസ്സിലാവും അത് എന്തായാലും. ഓക്കെ ഓക്കെ നോർമലി ആണെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കുന്ന അറിയാലോ. മനസ്സിലായി ഒരു മനസ്സിലായി. സെക്കൻഡ്. ഓക്കെ, അപ്പൊ ശരി എന്നാ പോട്ടെ. ശരി. ഹലോ Thank you for the cash. ഹലോ ഹലോ സ്റ്റീവേ, ഹലോ. സ്റ്റീവ് யாரு ஸ்டீவ்? ஸ்டீவ்ல இல்லடா, நான் தான் பேசுறேன். എന്റെ നമ്പർ എന്റെ നമ്പറിലാകുമ്പോ എനിക്കപ്പോ അവന്റെ സൗണ്ട് കേട്ട തോന്നി എനിക്ക്. ഓ, അത് ഏതോ പ്രശ്നം പോലെ ഫോണിൽ. നീ എവിടാ? നീ നിനക്കെന്ത് പറ്റി? அதே ஸ்தலத்துல தான் இருக்கேன். இவங்கெல்லாம் கிளம்பிட்டாங்க இந்த இடத்த விட்டு. நீ வரியா? നീ എനിക്ക് ലൊക്കേഷൻ എനിക്ക് ലൊക്കേഷൻ എന്താ? ஓகே ஓகே, நான் இதை பட்டு நிமிஷம். ചന്ദ്ര, ഞാൻ വന്നപ്പോ ഇങ്ങനെയാ. ഞാൻ കാലൊന്നുമില്ല ദൂരി കഴിഞ്ഞ. ഇത് മതി. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നീ എന്റെ കൂടെ ഒരു ഡീലിനുണ്ടായിരുന്നു. എന്താ ഏതാ ഒന്നും നീ ചോദിക്കല്ലേ. നിനക്കൊന്നും അറിഞ്ഞൂടാ. ആരെന്താ വെച്ചാലും നിനക്ക് ഓർമ്മയില്ല, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഏത് ഡീല്? എനിക്ക് അല്ലയൊന്നും ഓർമ്മയില്ല. എന്ത് ഇവിടെ മനുഷ്യൻ 100 കൂട്ടം പ്രശസ്തിരിക്കുക. അല്ലെ, എനിക്കൊന്നും അറിയില്ല. വാ, മെമ്പേഴ്സ് എനിക്ക് ചിരിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഹലോ മുച്ചി എവിടാ? ഒരു മണിക്കൂറായിട്ട് നിക്കുക. ചന്ദ്ര, എന്തായി മറ്റേ പ്രശ്നം? അതായിരുന്നു തന്നെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ. എടാ, ഒരു പീറ്റർ എന്നൊക്കെ ആളുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളില്. അപ്പോൾ അവനെ ഇതുപോലെ കോച്ചൊക്കെ പിടിച്ച് വെച്ചേക്കണം രീതിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഓ, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അവൻ പറഞ്ഞ് അവിടെ ആരും ഇല്ല, അങ്ങോട്ട് പോകാനാ പറഞ്ഞേക്കണേ. പോയി നോക്കാം. പുറത്തേക്കാ നിങ്ങൾക്ക് സ്റ്റേഡിയമിന്റെ. ഇങ്ങോട്ട് വാടാ. അതെ, ഞാൻ ഒരു സ്ഥലത്ത് പോവാണ്. എന്തായാലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞു കണ്ട് ചെയ്തോണേ. എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. ഇപ്പൊ വണ്ടി രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേർക്ക് സ്ഥലമുണ്ട്. മെല്ലെ കയറി. ഉണ്ടല്ലോ നമ്മളൊരാളെ റെസ്ക്യൂ ചെയ്യാൻ പോവാണേ. എന്തേലൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. റിസ്ക് ചായ മലയാളത്തിലല്ല ചന്ദ്ര പറഞ്ഞ നീ അല്ലടാ പുറത്തുണ്ടോ? ഞാൻ പുറത്തല്ലടാ നിർത്തിയ, പിന്നെ കാലിനടക്കാണ് നിർത്തിയത്. എടാ, എന്റെ വായിക്കണ കേക്കല്ലടാ. എന്റെ കൂടെ വാ.